ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, പ്രസവ ധനസഹായം തുടങ്ങിയവയുമുണ്ട്. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ കുടിശ്ശിക നിവാരണം വരുത്തിയേ പറ്റും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ 3 മുതൽ 31 വരെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ വാഹന പ്രചരണ യാത്രയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വാഹന പ്രചരണ യാത്ര ഹംസ ഏരിക്കുന്നൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ ഷൈജിബ NV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈല KC, ജൂനിയർ സൂപ്രണ്ട് A ഷൈനി, ഉപദേശക സമിതി അംഗങ്ങളായ N ആറുമുഖൻ, K ബാലൻ, കോയ MV, കുഞ്ഞിമുഹമ്മദ് കുഞ്ഞിപ്പ, മുഹമ്മദ് അഷ്റഫ് CH, അബ്ദുറസാഖ്, മുഹമ്മദ് ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മോട്ടോർ തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം ക്ഷേമനിധിയിലെ അംഗങ്ങളായ നമ്മുടെ തൊഴിലാളികൾക്ക് അവർക്ക് ക്ഷേമനിധി ലഭിക്കേണ്ടതായ അർഹമായ വിഹിതം ലഭിക്കണമെങ്കിൽ അവർ യഥാസമയത്തിലുള്ള ക്ഷേമനിധി തൊഴിലാളി വിഹിതം അടക്കാതെ അവർക്ക് യാതൊരു ആനുകൂല്യം ലഭിക്കുകയില്ല. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ 16-18 ക്ഷേമനിധി ബോർഡുകളുണ്ട്, വിവിധ തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകൾ. എന്നാൽ ഇത്തരം വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ക്ഷേമനിധി ബോർഡുമില്ല. കേരളത്തിലെ ക്ഷേമനിധി ബോർഡിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ഫണ്ട് നിലനിൽക്കുന്നതുമായ ഏക ബോർഡാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Even if